സമ്പത്തും അധികാരവും കൊണ്ട് എന്തും കീഴടക്കാമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യർക്കുമേൽ പ്രകൃതിയും കാലവും കരുതി വെക്കുന്ന ചില പാഠങ്ങളുണ്ട്. കൊട്ടാരത്തിൽ ആദ്യമെത്തുന്ന ഭിക്ഷുവിന് എന്ത് ചോദിച്ചാലും നൽകുന്നൊരു ശീലം ആ രാജാവിനുണ്ടായിരുന്നു. അന്ന് മുഖം കാണിക്കാൻ എത്തിയത് ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം തന്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം നീട്ടിയിട്ട് രാജാവിനോട് പറഞ്ഞു, എനിക്കിതിൽ നിറയെ സ്വർണ്ണ നാണയം വേണം. രാജാവ് ഒരു പിടി നാണയം വാരി പാത്രത്തിലിട്ടു. പക്ഷേ പാത്രം ശൂന്യമായിരുന്നു. വീണ്ടും അത്രയും നാണയം തന്നെ ഇട്ടെങ്കിലും ആ പാത്രത്തിൽ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു. പല തവണയായി കൊട്ടാരത്തിലെ മുഴുവൻ സ്വർണവും ഇട്ടെങ്കിലും പാത്രം ശൂന്യമായിരുന്നു. അവസാനം തോൽവി സമ്മതിച്ച രാജാവ് സന്യാസിയുടെ പാദങ്ങളിൽ വീണ് പറഞ്ഞു, മഹാത്മൻ, അങ്ങയ്ക്ക് മുന്നിൽ ഞാൻ തോറ്റിരിക്കുന്നു. പക്ഷേ ഇതെന്ത് തരം പാത്രമാണെന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തനായി മറുപടി നൽകി, മഹാരാജൻ, ഇതൊരു മനുഷ്യന്റെ തലയോട്ടുകൊണ്ട് നിർമ്മിച്ച പാത്രമാണ്. എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യന്റെ ആർത്തിയുടെ പ്രതീകമാണിത്. ലോകത്തിലെ സകല സമ്പത്തും ഇതിലിട്ടാലും മനുഷ്യന്റെ ആഗ്രഹം എന്ന ഈ പാത്രം ഒരിക്കലും നിറയുകയില്ല. കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന സംതൃപ്തിയാണ് ഒരുവനെ വലിയവനാക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ആ രാജാവ് തന്റെ മുന്നിൽ വന്ന ആ സാധാരണ സന്യാസിക്ക് മുന്നിൽ പകച്ചു. അത് വെറും ഒരു ഭിക്ഷാടനം മാത്രമായിരുന്നില്ല. രാജാവിന്റെ വലിയ വിശ്വാസത്തെയും മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളെയും തുറന്നു കാട്ടാൻ വന്ന ഒരു തിരിച്ചറിവുമായിട്ടായിരുന്നു. ആകാശത്തോളം ഉയരമുള്ള കൊട്ടാരങ്ങളും അളവറ്റ സമ്പാദ്യങ്ങളും ആസ്തികളും ഉണ്ടെങ്കിലും അതിനുമെല്ലാം അപ്പുറം മനുഷ്യന്റെ ഉള്ളിൽ ഒരിക്കലും പറ്റാത്തൊരു ആർത്തിയുടെ കടലുണ്ട്. അത് തിരിച്ചറിയാൻ ജീവിതത്തിൽ ഒരു പരാജയം തന്നെ സംഭവിക്കണം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപനായാലും തന്റെ ഉള്ളിലെ മോഹങ്ങളെ അടക്കി നിർത്താൻ കഴിയാത്തവൻ എന്നും ഒരു ഭിക്ഷക്കാരനാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒരു കടല് പോലെയാണ്. ആഗ്രഹിച്ചതൊന്നു നേടുമ്പോൾ മറ്റൊന്നിനായുള്ള ദാഹം വീണ്ടും തുടങ്ങുന്നു. എത്ര കിട്ടിയാലും മതി എന്ന് തോന്നാത്ത മനസ്സ് നമ്മെ ഒരിക്കലും സന്തോഷിപ്പിക്കില്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഭൂമിയിൽ ധാരാളം വിഭവങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ആർത്തി തീർക്കാൻ ഈ ലോകം മുഴുവൻ തന്നാലും മതിയാകില്ല. സുഹൃത്തുക്കളെ, ആഗ്രഹങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അതുമല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അവസാനിച്ച ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ശ്വസിക്കുന്നത് പോലും ജീവിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ്, അല്ലെ? അത് നശിക്കുന്നവരാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ആഗ്രഹങ്ങൾക്ക് പ്രായപരിധിയൊന്നുമില്ല. മുട്ടിലിഴയുന്ന കുട്ടിയും വടിയൂന്നി നടക്കുന്ന വയോധികനും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കുന്നത്. തനിക്ക് കിട്ടേണ്ടതിനൊന്നും പരിധിയില്ലെന്നും പക്ഷെ കൊടുക്കേണ്ടതെല്ലാം അളന്നു തൂക്കിയാവണമെന്നും ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം മനുഷ്യരും. ആഗ്രഹങ്ങൾക്ക് അന്ത്യമില്ല. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്ന് നേടിയതുകൊണ്ട് ഇനി ഒന്നും വേണ്ട എന്ന് ആരും ചിന്തിക്കുന്നുമില്ല. ജീവിതകാലം മുഴുവനും പണത്തിനും പ്രശസ്തിക്കും പിന്നാലെ പായുമ്പോഴും എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിൽ ബാക്കിയുണ്ടാവുന്ന ശൂന്യതയ്ക്കെല്ലാമുള്ള ഒരു ഉത്തരമാണ് ഈ കഥയിലെ സന്ദേശം. നമ്മുടെ ജീവിതവും ഈ പാത്രം പോലെയാണ്. പുതിയ വീട്, ആഡംബരക്കാർ, വലിയ ബാങ്ക് ബാലൻസ്, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഓരോന്നായി കീഴടക്കുമ്പോഴും മനസ്സ് മറ്റൊന്നിലേക്കാണ് നീങ്ങുന്നത്. ആവശ്യങ്ങൾ നിറവേറ്റാൻ എളുപ്പമാണ്, എന്നാൽ അമിതമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തൊരു കടൽ പോലെയാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ഒരു വലിയ ഗുണമാണ്. സംതൃപ്തമല്ലാത്തൊരു മനസ്സ് ഈ ഭിക്ഷാപാത്രം പോലെ എപ്പോഴും ശൂന്യമായിരിക്കും. കയ്യിലുള്ളതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാത്ത മനസ്സ് എപ്പോഴും ദരിദ്രമായിരിക്കും. വലിയ സന്തോഷങ്ങൾ തേടി അലയുമ്പോഴും ഉള്ളിലെ ശൂന്യത മാറ്റാൻ ആന്തരികമായ സമാധാനത്തിനേ കഴിയൂ. സന്തോഷം എന്നത് കൂടുതൽ കാര്യങ്ങൾ നേടുന്നതിലല്ല, മറിച്ച് ഉള്ള കാര്യങ്ങളിൽ തൃപ്തി കണ്ടെത്തുന്നതിലാണ്. സുഹൃത്തുക്കളെ, ഈ ചെറിയ കഥയും ഇതിലെ സന്ദേശവും നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.